എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും വണ്ടിയിലിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അണ്ടർ പാരീസ് എന്ന് പറഞ്ഞൊരു സിനിമ റീസെൻ്റ്ലി കണ്ടു. ആഹ് സംഭവം നെറ്റ്ഫ്ലിക്സാണ് വന്നിരിക്കുന്നത്, OTT പ്ലാറ്റ്ഫോമിലാണ്. സോ തിയേറ്ററിൽ ഇത് വന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാനത് കാണുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ ഞാനത് ആദ്യം കണ്ടു. പക്ഷേ പകുതി ആ കാണുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. അത് സിനിമ ബോറായത് കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഉറങ്ങിപ്പോയി, എനിക്ക് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ മുഴുവൻ സിനിമ കണ്ടിരുന്നില്ല. പിന്നെ ഇതുപോലെ ഞാൻ പിന്നെ അത് ഇഗ്നോർ ചെയ്തു. ആം, പിന്നെ നോക്കിയപ്പോൾ ഫേസ്ബുക്കിലും മറ്റ് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ഇതിലൊക്കെ ഭയങ്കര റിവ്യൂ ഇതിനെ പറ്റിയിട്ട്. ജോസ് എന്ന് പറഞ്ഞ ആ ഷാർക്ക് മൂവിനെ അതിൻ്റെ അത്രയും ഗാംഭീര്യമുള്ളൊരു സിനിമ, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ഷാർക്ക് ത്രില്ലർ ഹൊറർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര 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 എന്താ പറയുക, റിവ്യൂസും സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ പൊന്നു, ഇത് ശരിക്കുമാണ്. അതിൻ്റെ ട്രെയിലർ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് എത്ര വലിയതൊന്നും തോന്നിയില്ല. പിന്നെ ഈ സിനിമ ഞാൻ ആദ്യം തുടങ്ങിയപ്പോഴും കണ്ടു തുടങ്ങിയപ്പോഴും എനിക്ക് അത്ര വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. ഓക്കെ, ഒരു സാധാരണ ഒരു ഷാർക്ക് ബേസ്ഡ് മൂവി എങ്ങനെ തുടങ്ങുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് അതും തുടങ്ങിയത്. ആദ്യം വെള്ളത്തിനടിയിൽ കുറച്ച് എക്സ്പ്ലോറേഷനും പിന്നെ പെട്ടെന്നൊരു സ്രാവ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നതും ഒരു സ്ഥിരം ക്ലീഷേ. അല്ലാതെ പ്രത്യേകത ഇതായിട്ടൊന്നും എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടില്ല കേട്ടോ ആ സമയത്ത്. ഞാൻ പക്ഷേ പിന്നെ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ സിനിമയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് എന്നെ സംബന്ധിച്ച് ഈ ജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിൽബർഗിന്റെ മൂവി കഴിഞ്ഞതിന് ശേഷം 2-3 പാർട്സ് അതിന്റെ തന്നെ വന്നിരുന്നു. പക്ഷേ ആ ഫസ്റ്റ് പാർട്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ പറയുന്നത് ഏറ്റവും. പിന്നെ സെക്കൻഡ് പാർട്ടും വലിയ കുഴപ്പമില്ലായിരുന്നു. മീൻസ് ആ ഒരു സർക്കിളിലുള്ള ആക്ടേഴ്സും അവരൊക്കെ അഭിനയിച്ച ആ ഒരു എപ്പിസോഡ്സ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ കുറേ അവരിവരൊക്കെ പല ഡയറക്ടേഴ്സ് ഇത് എടുത്ത് ചെയ്തു, അതിന് അറ്റംപ്റ്റ് ചെയ്തു, കുറച്ച് ഭയങ്കര സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ ആയിട്ട് ചെയ്തു. പക്ഷെ ആ ഒരു എന്താ ജെന്യുവിനിറ്റി ഒരു സിനിമയ്ക്കും പിന്നെ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ഈ ഈ ഷാർക്ക് സീരീസിലുള്ള ഒരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീപ് ബ്ലൂ സീ. അത് പറയാതിരിക്കാൻ വയ്യ. അതൊരു അത്യാവശ്യം നല്ലൊരു ചില്ലിങ് മൂവിയായിരുന്നു. നമ്മൾ ഈ കുറച്ചുകൂടി എന്താ പറയുക, ആ ഒരു അഗ്രസീവായിട്ടുള്ള ഷാർക്സും പിന്നെ ആ ഒരു അറ്റാക്കിംഗ് മോഡും അതും ഇതൊക്കെ കുറച്ചുകൂടി ചില്ലിങ് ആണ്. പിന്നെ കുറേ നമ്മളെ നെഞ്ചിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ റേസ് ചെയ്യുന്ന ഒരു നെയിൽ ബൈറ്റിംഗ് സീൻ എന്നൊക്കെ പറയില്ല, അങ്ങനെ കുറേ സീനുകൾ ആ ഡീപ് ബ്ലൂ സീലുണ്ട്. പക്ഷെ അതിൻ്റെ സെക്കൻഡ് പാർട്ടൊന്നും അത്ര വലിയ പോരാ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു നല്ലൊരു ഷാർക്ക് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കൂടി ഓപ്പൺ വാട്ടർ എന്ന് പറഞ്ഞൊരു ഷാർക്ക് ബേസ്ഡ് മൂവി. പക്ഷെ അതൊരു ഷാർക്ക്, അതൊരു വില്ലനായിട്ടൊന്നുമല്ല, അതൊരു നാച്ചുറൽ ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ ഒരു കടലിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പ്രത്യേകിച്ച് നമുക്ക് വെള്ളമില്ല, മീൻസ് തണുപ്പ്, അങ്ങനെയുള്ള ഒരു കുറച്ചുകൂടി ഒരു നാച്ചുറൽ ഒക്കറൻസ് ആണ് ആ ഫിലിമിൽ വരുന്നത് ഈ ഓപ്പൺ വാട്ടറിൽ. അപ്പോൾ അതുകൊണ്ട് ഷാർക്ക് ഒരു ഫാക്ടറാണെന്ന് മാത്രം. അതും ഷാർക്ക് ഇങ്ങനെ ഇവരെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പുറകെ നടക്കുന്നില്ല. ഷാർക്സ് ഇങ്ങനെ അതിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സിൽ അവരെ വന്ന് സറൗണ്ട് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെ ഒരു ഇതാണ്. പക്ഷേ അങ്ങനെ ഈ ഒരു ജോസ് എന്ന് പറഞ്ഞ ഫിലിം ഒരു റിവെഞ്ചിന് വേണ്ടി നടക്കുക, അല്ലെങ്കിൽ ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നടക്കും, അങ്ങനെ ഒരു സംഭവമല്ല. ഒരു കൂട്ടം ഷാർക്സ് അവർ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ആ സിനിമയിൽ കുറച്ചുകൂടി എന്താ പറയുക, ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് മൂവിയാണ്. ആ 2 ആക്ടേഴ്സ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിഷ്ടപ്പെട്ടു ആ മൂവി ഓപ്പൺ വാട്ടർ. അപ്പോൾ ഈ ഒരു 3 മൂവീസാണ് നമ്മൾ ഈ സ്രാവിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും മുന്തിയ നിൽക്കുന്ന മൂവീസ് എൻ്റെ ഒരു കണക്കിൽ. പിന്നെ ഞാൻ വിട്ടുപോയിട്ടൊന്നും എനിക്കാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഷാർക്കനാഡോ അങ്ങനെയുള്ള കുറേ സ്പൂഫ് മൂവീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ രസമാണ് കാണാൻ. എനിക്ക് പൊതുവേ ഷാർക്ക് മൂവീസ് ഇങ്ങനെയുള്ള ഈ അലിഗേറ്റർ മൂവീസും അതൊക്കെ കാണാൻ, ഏലിയൻസും വാമ്പയേഴ്സും വേർവൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. സോ ഞാനിത് എല്ലായിടത്തും കാണാറുണ്ട്. അങ്ങനെ തല്ലിപ്പൊളി മൂവീസും. ടോൾ ഫ്രണ്ടിൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നു, എന്താ ഷാർക്ക് ബേയോ അങ്ങനെ ഇതുപോലെ കുറേ മൂവീസ് ഇറങ്ങിയിട്ടുണ്ട് ഈ ഷാർക്കിനെ ബേസ് ചെയ്തിട്ട്. സോ ഇതെല്ലാം ഞാൻ കാണാറുണ്ട്. പിന്നെ അടുത്തൊരു ഇതാണ് റീഫ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വലിയ കുഴപ്പമില്ലായിരുന്നു.
അത് ഈ പറഞ്ഞ പോലെ ഒരു പെണ്ണ് മീൻസ് നിങ്ങൾ കണ്ടു നോക്കുന്നത്. അപ്പോൾ കമ്മിങ് ടു അണ്ടർ പാരിസ്, ഈ അണ്ടർ പാരിസ് ഞാൻ വീണ്ടും നെറ്റ്ഫ്ലിക്സിൽ ഇട്ട് കണ്ടു. ബിക്കോസ് ഇത് ഭയങ്കര റിവ്യൂ ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഭയങ്കര ചില്ലിങ്ങും കില്ലിങ്ങും സൂപ്പർ ത്രില്ലിങ്ങും എന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ ഭയങ്കര ഇതൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കണ്ടോളാം, എന്നാൽ ഇവർ ഇത്രയൊക്കെ പറഞ്ഞ ശരിക്കും ഇനിയിപ്പോൾ നമ്മളത് കാണാതിരുന്നിട്ട് മിസ്സായി പോകണ്ടല്ലോ വിചാരിച്ചു ഞാൻ കണ്ടു. സംഭവം നീറ്റ് ആൻഡ് ക്ലീൻ, ക്ലീഷേ മൂവീസാണ്, ക്ലീഷയാണ് ഫുള്ള്. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത എന്താ സംഭവിക്കുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നതൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യാം. അത് ഒരു വിധമുള്ള ഈ ഷാർക്ക് മൂവീസിലൊക്കെ, ഇപ്പോൾ മോൺസ്റ്റർ മൂവീസിലൊക്കെ നമുക്കത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറേ കൊല്ലമല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അപ്പം എന്തായാലും കമ്മിങ് ടു അണ്ടർ പാരിസിൽ ബേസിക്കലി അവിടുത്തെ ഒരു മെയിൻ നദിയിൽ ഒരു ഷാർക്ക് അകപ്പെടുന്നു. ആ ഷാർക്കാണെങ്കിൽ മാസ് റീപ്രൊഡക്ഷൻ ഓർഗാനുള്ളൊരു ജന്തുവാണ്, ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് ആയിരക്കണക്കിന് നൂറുകണക്കിന് ഷാർക്കിൻ്റെ കുട്ടികളാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കുറേ പേര് നടക്കുന്നു. അതിൻ്റെ കൂടെ വേറെന്താ സംഭവം, അവിടെ ഒരു സ്വിമ്മിങ് റേസ് നടക്കുന്നുണ്ട് ആ നദിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കോംപ്ലിക്കേഷൻസ് ഉള്ളൊരു സിറ്റുവേഷൻ. സംഭവം അതൊക്കെ വളരെ രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷാർക്ക് എങ്ങനെയാണ് ഇവിടെ പക്ഷേ അതിൽ കുറേ കാര്യങ്ങളിൽ അവർ വ്യക്തത വരുത്തില്ല. എന്തിനാണ് ഈ ഷാർക്ക് ഇവിടെ വന്നത്, എന്തിനാണ് ഈ നദിയിലേക്ക് ഈ ഷാർക്ക് വരാൻ കാരണം. ഇനിയിപ്പോൾ അതിൽ ഒരു മെയിൻ ക്യാരക്ടറായ ആ പെണ്ണിനെ തേടിയിട്ട് വന്നതാണോ, അതൊന്നും അവർ വ്യക്തമാക്കുന്നില്ല. ഇവർ ജസ്റ്റ് പറയുന്നു ആ ഷാർക്ക് വഴി പിന്നെ കണ്ടുപിടിക്കുന്ന ഈ ഷാർക്ക് അവർ പണ്ട് അങ്ങോണ്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്ന ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. ആ ഒരു ഇൻസിഡൻറ്റിൽ അതേ സെയിം ഷാർക്കാണ്. അവർ കുറേ നാൾ ട്രാക്ക് ചെയ്യുന്നതാണ്. ഇതൊരു പ്രത്യേകതരം ഷാർക്കാണ്. ഇവർക്ക് എവല്യൂഷൻ, എന്താ പറയുക, ഒരു എവല്യൂഷനിലെ ഒരു ഭാഗമായിട്ട് ഇത് ഇതിൻ്റെ ശരീരത്തിൽ പല ഘടകങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇത് എന്താ പറയുക, ഒരു ഹൈബ്രിഡ് ബ്രീഡ് പോലെ വരുന്ന ഒരു ഷാർക്കാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഒന്നും അത് വരുന്നില്ല എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. എന്നാലും ഇവരിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതിൽ കുറേ വെറുപ്പിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. അവരൊക്കെ ആ സ്രാവ് അടിച്ച് കൊല്ലുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ ഒരു പെണ്ണ് എപ്പോഴും ഇതിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് നടക്കുന്ന പെണ്ണ്, ഇതിനെ പോലീസുകാർ ഇതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് അവിടേക്കൊക്കെ വിടാൻ നോക്കുമ്പോൾ ഈ പെണ്ണ് പറ്റില്ല ഈ മറ്റേ എനിമൽ ലവർ ഉണ്ട്, ഡോഗ് ലവേഴ്സൊക്കെ പോലെ, അതുപോലെ ഈ പട്ടീനെ കൊല്ലാൻ പറ്റില്ല, അതുപോലെ ഈ സ്രാവിനെ കൊല്ലാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് സ്രാവിനെ കെട്ടിപ്പിടിക്കാൻ പോകുന്നു, ഉമ്മ കൊടുക്കാൻ പോകുന്നു. പിന്നെ രണ്ടാമത്തെ സെക്കൻഡിൽ സ്രാവ് അതിന് ആ പെണ്ണിനെ കഴിച്ച് പിടിച്ച്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള സീനാണ്. ആ ഷാർക്കിനെ ഞാൻ അപ്പം തന്നെ ഒരു എന്താ പറയുക, എൻ്റെ ലിസ്റ്റിൽ നമ്പർ 1 ആക്കി ഇട്ടു. പുള്ളി അടിപൊളിയാണ്. അപ്പോൾ സംഭവം അങ്ങനത്തെ കുറേ അടിപൊളി സീൻസൊക്കെ ഉണ്ട്. സ്രാവ് അട്ടിന്ന് ഇങ്ങനെ പൊന്തി വന്നിട്ട് ആ പെണ്ണിൻ്റെ ഹാഫ് ബോഡി ഇങ്ങനെ കടിച്ചെടുത്ത് കൊണ്ടുവന്ന്, വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. അപ്പോൾ അങ്ങനെയുള്ള കുറേ അടിപൊളി സീൻസും സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ ഉണ്ട്. CGI നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു CGIയുടെ ഒരു ഇമ്പാക്റ്റ് നന്നായിട്ട് ഇതിൽ കാണുന്നുണ്ട്. മീൻസ് നല്ലൊരു രീതിയിൽ കേട്ടോ, അല്ലാണ്ട് ഒരു ചില ഇന്ത്യൻ സിനിമയിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതിന് പോലെയല്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സീൻസിൽ പിന്നെ ഓവറായിട്ടും അത് വരുന്നുണ്ട്. ചില സീൻസിൽ അത് ഭയങ്കരമായിട്ട് ഫേക്കായിട്ട് നമുക്ക് അറിയാനും പറ്റും. പക്ഷേ ഏകദേശം നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതൊരു ഹോളിവുഡ് സിനിമയല്ല, ഇതൊരു ഫ്രഞ്ച് മൂവിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ എപ്പോഴും ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഈ ഫ്രഞ്ച് അത്ര ഈ ഒരു സ്പെഷ്യൽ എഫക്ട്സിലൊക്കെ അത്ര ഫോർവേഡാണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ഹോളിവുഡ് അവരൊരു അത്രയൊന്നും ഫിനിഷിങ് ഇവർക്ക് കിട്ടിയിട്ടില്ല. എന്നാലും അവരൊരു കാലിബർ വെച്ചിട്ട് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ എന്താ സംഭവിക്കുക എന്നുള്ള ഒരു സീന്, പെട്ടെന്നൊരു സുനാമി വരുന്നു, കുറേ ബോംബ് പൊട്ടുന്നു. ആ ബോംബൊക്കെ എന്താ അവിടെ കിടക്കുന്നു എന്നുള്ള അവർ പറയുന്നുണ്ട് ആ സിനിമയിൽ. ആ ബോംബ് പൊട്ടുന്നു, സുനാമി വരുന്നു. അപ്പം ഈ ബോംബ് പൊട്ടിയോണ്ട് സുനാമി വരുന്നു എന്നാണ് അതിൽ കാണിക്കുന്നത്. പക്ഷേ ഈ റിവറിൻ്റെ ഉള്ളിൽ ബോംബ് പൊട്ടിയോണ്ട് കടലിൽ നിന്ന് സുനാമി ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കിപ്പോഴും സംശയമാണ്. അതിൻ്റെ ഒരു ബേസ് എനിക്ക് കിട്ടില്ല. പിന്നെ ഈ റിവറിൽ സുനാമി ഉണ്ടായതുകൊണ്ട് പാരീസ് നഗരം മൊത്തം വെള്ളത്തിനടിയിൽ ആവുന്നൊരു സിറ്റുവേഷൻ വരുമോ എന്നും അതും ക്ലിയർ അല്ല. അപ്പോൾ കുറേ ക്ലിയർ അല്ലാത്ത സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ പോലെ ജോസ് എന്ന് പറഞ്ഞ മൂവി കഴിഞ്ഞാൽ ഇതാണ് അടുത്ത ബെസ്റ്റ് മൂവി എന്നൊക്കെ പറയുന്നത് വളരെ മണ്ടത്തരാണ്. അത് വിചാരിച്ച ആരും ഈ സിനിമ
അങ്ങനെ ഒരു രീതിയിൽ കാണണ്ട. ഒരു സാധാരണ ഷാർക്ക് ത്രില്ലർ മൂവി എന്നുള്ള രീതിയിൽ ഇത് കണ്ടാൽ മതി. അത്യാവശ്യം നല്ല കുറേ കില്ലിങ് സീൻസൊക്കെ ഉണ്ട്, കുറച്ച് എന്താ പറയുക ഞെട്ടിപ്പിക്കുന്ന സീൻസൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഈ സിനിമ ഒരു നമ്മളെ ഈ ഞാൻ പറഞ്ഞ മൂവീസ് ഉണ്ടല്ലോ, ജോസ്, ഡീപ് ബ്ലൂ സീ അല്ലെങ്കിൽ ഓപ്പൺ വാട്ടർ, ഇതിൻ്റെ ഒന്നും 7 അയലത്ത് വരില്ല. ഇതൊരു എന്താ പറയുക, എന്നെ സംബന്ധിച്ച് ഇതൊരു ബി ഗ്രേഡ് എന്ന് പറയുന്നില്ല, ഫ്രഞ്ച് എ ഗ്രേഡ് മൂവി തന്നെ. പക്ഷേ അത് ഹോളിവുഡിലേക്ക് ഇത് മാറുമ്പോഴേക്കും ഇതൊരു ബി ഗ്രേഡ് മൂവിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടേഴ്സൊക്കെ പെർഫോമൻസ് വളരെ മോശമാണ്. അവർക്ക് അതിപ്പോൾ ഈ ഫ്രഞ്ചിലായതുകൊണ്ടാണോ ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ സബ് ടൈറ്റിൽസിലേ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഡയലോഗ്സിൻ്റെ ഒന്നും ഇമ്പാക്റ്റ് ഉണ്ടാകും. പിന്നെ അങ്ങനെ ഡയലോഗ് പറഞ്ഞ് നമ്മളെ ഫലിപ്പിക്കാനുള്ള വലിയ ആക്ടിങ് ഒന്നും ഇതിലില്ല. എന്തായാലും വൺ ടൈം വാച്ചാണ്. ഈ ഷാർക്സിൻ്റെ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഇത് അത്ര വലിയ സംഭവം ഈ സോഷ്യൽ മീഡിയയിൽ എഴുതിയ പോലെ അത്ര സംഭവമൊന്നുമല്ല. അണ്ടർ പാരിസ് കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കണ്ടിരിക്കാം. അപ്പോൾ എന്തായാലും അടുത്ത റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.